ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നൊരു റൂം ക്ലീനിങ് ആണ്. അപ്പോൾ വെൽക്കം ടു മൈ മെസ്സി റൂം. അപ്പോൾ നമ്മളിന്ന് എൻ്റെ മുറി ക്ലീൻ ചെയ്യാൻ പോവാണ്. രാവിലെ വാവയുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് റൂം ആകെ അലങ്കോലമായിട്ട് കിടക്കായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. അപ്പോൾ ഇന്നലെ ആണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് മലയ്ക്ക് പോയി. ഹസ്ബൻഡിനെ ഞാൻ വിളിക്കുന്നത് അച്ഛയെന്നാണ്. അപ്പോൾ അച്ഛൻ മലയ്ക്ക് പോയേക്കുവാണ്. വരുമ്പോഴത്തേക്കും എല്ലാം ഒതുക്കി പെറുക്കി വെച്ച് തൂക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് വൃത്തിയായിട്ടിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്നത്തെ ചെറിയൊരു മോർണിംഗ് റൂട്ടീനാണ് എൻ്റെ. രാവിലെ അവളുടെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡിയാക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഉറക്കണം. ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം. ഇതേപോലെ ഒതുക്കി വയ്ക്കുക, പിന്നെ അതുപോലെ തന്നെ പെരടിക്കുക, തുടയ്ക്കുക, പിന്നെ തുണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാഷ് ചെയ്യാനിടുക. അപ്പം അങ്ങനെ അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ബാക്കി എന്തെങ്കിലുമൊക്കെ പണികൾ ഞാൻ ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കുളിയിലേക്ക് കിടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ അവൾ ഉറങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മയങ്ങും. ചിലപ്പോൾ ഉറങ്ങില്ല, ചിലപ്പോൾ ഉറങ്ങും. അങ്ങനെ ഉറങ്ങാത്ത ടൈമിൽ ഞാൻ റീൽസ് കണ്ടുകൊണ്ട് കിടക്കും. ഇല്ലെങ്കിൽ PSC ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിക്കും. ഇപ്പോൾ ഓൺലൈനിൽ, അതായത് യൂട്യൂബിലും അല്ലാതെയൊക്കെ നമുക്ക് പഠിക്കാൻ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നോക്കി പഠിക്കും. അതാണിപ്പോൾ അടുത്ത പണി എന്ന് പറയുന്നത്. അപ്പോൾ അതേ ബെഡിലെ പണികളൊക്കെ കഴിഞ്ഞു. ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു, എല്ലാം സെറ്റാക്കി. അയ്യോ, ഒരാളുടെ ബെഡ്ഷീറ്റ് വിരിച്ചില്ല. ദേ എൻ്റെ കുഞ്ഞുമണിയുടെ ബെഡ്ഷീറ്റാണിത്. കുഞ്ഞുമണിക്ക് അവൾ ഇതിൽ കിടത്തിയിട്ടാണ് പിന്നെ പുതപ്പിക്കുന്നത്. ഇനി അടുത്തത് എൻ്റെ കുഞ്ഞുമണിയുടെ ബാസ്ക്കറ്റും ഇതൊക്കെ ഒന്ന് ഒതുക്കാനായിട്ട് പോവാണ്. ആ സൈഡൊന്ന് സെറ്റാക്കണം. അപ്പോൾ എൻ്റെ പൊന്നൻ, അപ്പോൾ ഞങ്ങൾ പല പേരുകളും വിളിക്കും കേട്ടോ. ഇങ്ങനെ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള പേര് എൻ്റെ കുഞ്ഞുമണിക്കില്ല. കുഞ്ഞുമണീന്ന് വിളിക്കും, പൊന്നാന്ന് വിളിക്കും. അങ്ങനെ വെറൈറ്റീസ് ഓഫ് പേരുകളാണ് എൻ്റെ ചെറുതിന്. അപ്പോൾ എൻ്റെ കുഞ്ഞുമണി എനിക്ക് ഉണ്ടായത് 4th സെപ്റ്റംബർ, അതായത് 4 സെപ്റ്റംബറാണ്. ഉത്രാടം ദിനത്തിൽ, നമ്മുടെ ഓണത്തിൻ്റെ ആ ഒരു സമയത്തിലായിരുന്നു. എല്ലാവരും തിരുവോണത്തിന് കിട്ടിയ അടിപൊളിയായിരുന്നു. അപ്പോൾ ഓണത്തിൻ്റെ അന്നാന്നുള്ളത് എല്ലാവരും ഓർത്തിരിക്കുമല്ലോ. പക്ഷേ അതിന് ഒരു ദിവസം മുന്നേ ഉത്രാട ദിനത്തിൽ നമുക്ക് കയ്യിലേക്ക് കിട്ടിയ എന്താ പറയുക, ഒരു പൂനിലാവാണത്. ആ പാട്ട് പോലെ തന്നെ ഉത്രാട പൂനിലാവേ വാ. പാട്ട് പാടി ഞാൻ കൊളാക്കുന്നില്ല, സോറി ഗൈസ്. അപ്പോൾ അങ്ങനെ വന്ന ഒരു നിധിയാണ് ഞങ്ങളുടെ കുഞ്ഞുമണി. പേരിട്ടിട്ടില്ല. അപ്പോൾ പേര് ഞങ്ങൾ ഉടനെ ഇടുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നെയിം നമ്മൾ യൂട്യൂബിലൂടെ റിവീൽ ചെയ്യുന്നതാണ്. അത് യൂട്യൂബിൽ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും കാണുമല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു, റിവീൽ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരും പേര് ചോദിക്കുമ്പോൾ ഞങ്ങൾ പേരിട്ടിട്ടില്ല എന്നാണ് പറയണത്. കാരണം 90 days കഴിഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരും പറയും 90 ദിവസമായില്ല, ഇതുവരെ കൊച്ചിന് പേരിട്ടിട്ടില്ലേ. അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ ഡയലോഗുകൾ കേട്ട് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ എന്തായാലും പേര് സെറ്റാക്കിയിട്ടുണ്ട്. അതുടനെ നമ്മൾ റിവീൽ ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ വോയിസ് ഓവർ ചെയ്യണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ അത്ര നല്ല ഫോണൊന്നുമല്ല. അപ്പോൾ സൗണ്ട് എന്താ പറയുക, പഴയൊരു ഫോണായതുകൊണ്ട് സൗണ്ട് അടിപൊളിയായിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ സെറ്റാക്കും. നമ്മൾ മൈക്കൊക്കെ മേടിച്ച് പയ്യെ സെറ്റാക്കാനുള്ള പ്ലാനിലേക്കൊക്കെ എത്തുന്നു. പിന്നെ ഞാൻ അവൾക്ക് യൂസ് ചെയ്യുന്നത് പാമ്പേഴ്സാണ്. ഇതാണ് അവൾക്ക് കംഫർട്ട്. ഞാൻ ആദ്യം തൊട്ടേ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇതാണ് ഇഷ്ടം. പിന്നെ ദേ ഒരു വൈപ്സ്, ഇത് അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇത് തീരാറായി. 3 എണ്ണം കൊണ്ടുവന്നിരുന്നു. ഇത് ലാസ്റ്റ് വണ്ണാണ്, തീർന്നു. ഞാൻ യൂസ് ചെയ്യുന്ന മറ്റേ പ്യോ ആട്ടൻ്റെ വൈപ്സാണ്. പിന്നെ ദേ ഒരു ക്യൂട്ട് ബാഗ്. ഇത് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ്. കുറേ റിവ്യൂസ് കണ്ടപ്പോൾ എനിക്ക് ഈ ബാഗ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിത്, അപ്പോൾ അവളുടെ പൗഡറും അതും ഇതൊക്കെ ഇട്ട് വെക്കാമെന്നുള്ള രീതിയിൽ ഞാനിത് മേടിച്ചു. പർച്ചേസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇംഗ്ലീഷായിപ്പോവും. പിന്നെ ഇത് സെബാമെഡിൻ്റെ സോപ്പാണ്, ക്ലെൻസിങ് ബാർ. ഇത് അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. 2 എണ്ണം കൊണ്ടുവന്നു. ഇപ്പോൾ ഒരെണ്ണം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവൾക്ക് സാധാരണ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ, ഇപ്പോൾ എല്ലാവരും കൊച്ചിനെ കാണാൻ വരുമ്പോൾ കൊണ്ടുവന്ന് തരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ സോപ്പാണ്. പിന്നെ ഒരു ബോഡി മിസ്റ്റ് അമ്മ വന്നപ്പോൾ കൊണ്ടുവന്ന ആ സ്പ്രേ. ഇത് വാവയുടെ മേത്തേക്ക് ഡയറക്റ്റായിട്ടൊന്നും അടിക്കാറില്ല, ഡ്രസ്സിൽ അവിടെ ഇവിടെയൊക്കെ അടിക്കും. ഇത് ഡെയിലി ഒന്നും യൂസ് ചെയ്യാറില്ല, പുറത്തെവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ മാത്രമേ അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ ആ മിസ്റ്റ്. പിന്നെ അവളുടെ പൗഡർ, ബോഡി ലോഷൻ, ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചതാണ്. അവളുടെ ഗെറ്റ് റെഡി വിത്ത് മീലുണ്ട്. പിന്നെ അവളുടെ മരുന്നുകൾ. അപ്പോൾ ഇതൊക്കെ ആ ഒരു ക്യൂട്ട് ബോക്സിനകത്ത് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഒതുങ്ങിയിരുന്നോളും. അല്ലെങ്കിൽ അതിങ്ങനെ നിരത്തി എന്താ പറയുക, ഒരു പൗഡർ ടിൻ, അത് കഴിഞ്ഞിട്ട് അടുത്തത് മറ്റേ ബോഡി ലോഷൻ, അങ്ങനെ അടുത്തടുത്ത് കുപ്പികളായിട്ട് വെക്കേണ്ടി വരും. ഇതാകുമ്പോൾ ആ ഒരു ഒറ്റ ബോക്സിനുള്ളിൽ എല്ലാം ഒതുങ്ങിയിരുന്നോളും. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നേക്കാം, ലിങ്ക് ഷെയർ ചെയ്ത് തന്നേക്കാം. ഇതെല്ലാ ദിവസവും ഞാനിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാറൊന്നുമില്ല. ഇതങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു 2 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ വീക്കിൽ 2 ദിവസമൊക്കെ ഞാനത് ഒതുക്കി ഓർഗനൈസ് ചെയ്ത് പൊടിയൊക്കെ തട്ടി വെക്കാറുള്ളൂ. അവളുടെ ആയതുകൊണ്ട് ഞാൻ അതങ്ങനെ 2 ദിവസം കൂടുമ്പോൾ ഞാൻ പൊടിയൊക്കെ തുടച്ച് എല്ലാം ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. കാരണം വാവയുടെ ആണല്ലോ. ഇതാണ് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടി ഇരുന്നോളും. പിന്നെ ഇതിനൊരു അടപ്പുണ്ട്, ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. അതായത് ഒതുങ്ങി ഒരു സ്ഥലത്തിരിക്കണതാണ് അടിപൊളി, ക്യൂട്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല മെറ്റീരിയലും എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ വാവയുടെ സാധനങ്ങൾ ഇരിക്കുന്ന സ്ഥലം ഒതുക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ജനലിൻ്റെ അവിടേക്കൊന്ന് തുടയ്ക്കണം. ഇവിടെ എൻ്റെ 2 ബോക്സുകൾ ഇരിപ്പുണ്ട്. ഇത് ഒരെണ്ണം കമ്മൽ ബോക്സാണ്. ഇത് ഞാൻ മീഷോന്ന് മേടിച്ചതാണ്. ഈ കമ്മലിൻ്റെ സെറ്റും ഞാൻ മീഷോന്ന് മേടിച്ചതാണ്. ഇതല്ല ഞാൻ ആദ്യം വാങ്ങിച്ചത്. എൻ്റെ കമ്മലൊക്കെ ഇടാൻ വേറൊരു സൈസ് പെട്ടിയായിരുന്നു. അതിനകത്ത് പൗഡർ ടിന്നും അല്ലാത്ത മേക്കപ്പ് പ്രൊഡക്ട്സൊക്കെ ഇടാൻ പറ്റിയൊരു ടിന്നായിരുന്നു. അത് മാറ്റി ഇപ്പം ഞാൻ കമ്മൽ മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഇടാനായിട്ട് കമ്മലിനൊരു ബോക്സ്, പിന്നെ അതേ വളയ്ക്കൊരു ബോക്സ്, വളയും ഇതേപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇടാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പെട്ടിയിലൊക്കെ ആക്കിയിട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും അവിടെയൊക്കെ ഒരു സെറ്റ് കാണും. അപ്പോൾ ഇതാകുമ്പോൾ സെറ്റായിട്ട് അറേഞ്ച് ചെയ്തിടാം. പിന്നെ അതേ അടിയിൽ എൻ്റെ കുഞ്ഞുമണിയുടെ കരിവളകൾ കിടപ്പുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് നാക്കുളുക്കി ഗൈസ്. എൻ്റെ അമ്മായിച്ചനോട് പ്രത്യേകം പറഞ്ഞതാണ്, നീ വീഡിയോസ് ഇടുമ്പോൾ ദൈവത്തോർത്ത് നാക്കുളുക്കുന്ന സാധനമൊന്നും വരുത്തരുത്. പക്ഷെ ഞാൻ പറഞ്ഞു വരുമ്പോൾ എവിടെന്നേലും ആ സാധനം കയറി വരും. അപ്പോൾ ദേ റൂം ക്ലീനിങ് കഴിഞ്ഞിരിക്കുകയാണ്. എന്തൊരു സമാധാനം. പകുതി പണി കഴിഞ്ഞു, കുറച്ചും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ബൈ.